ഫ്രണ്ട്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ISROയുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ അതായത് ഷോർട്ട് നോട്ടിഫിക്കേഷൻ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഏതാനും ഒരു 2 ആഴ്ച മുൻപ് ചെയ്തിരുന്നു. അത് ഈ വീഡിയോ ആണ്. ഇതിലേക്ക് ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ്മാൻ ബി, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, ദെൻ സയൻറ്റിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഫയർമാൻ, അതുപോലെ തന്നെ കുക്ക്, ഡ്രൈവറൊക്കെ ഇങ്ങനെയുള്ള വിവിധ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്ത സമയത്ത് നമുക്ക് ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് 27 ജനുവരിയിൽ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആവും എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ലിങ്ക് ഓപ്പൺ ആവുന്ന ഡേറ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ A to Z കാര്യങ്ങൾ, അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ വാക്കൻസി, ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ നിലനിൽപ്പുണ്ടാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വിശദമായുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓരോ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ ഇത് കാണുന്നുണ്ട് എന്നും അതിനനുസരിച്ച് നമുക്ക് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയും അതിലൂടെ നമുക്ക് ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, വേറെ ഡീറ്റെയിൽസ് ഒന്നുമല്ല, ജസ്റ്റ് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നം വരില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ, നോട്ടിഫിക്കേഷൻ കറക്റ്റ് ലഭിക്കും. പിന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കാണാൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്ന് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് URSC നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെൻറ്റ് നമ്പറാണ് ഇവിടെ. ഓക്കെ, ദെൻ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റും കാണാം. സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ദെൻ ലൈബ്രറി അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ്മാൻ ബി, കുക്ക്, ഫയർമാൻ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ISROയുടെ തന്നെ മറ്റൊരു റിസർച്ച് യൂണിറ്റായുള്ള UR റാവോ സാറ്റലൈറ്റ് സെൻറ്ററിലേക്കാണ് നിലവിലുള്ള വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബാംഗ്ലൂരിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കൊക്കെയാണ് ഇതിൻ്റെ ഒഴിവുണ്ടാകുക. പിന്നെ നമുക്ക് വിവിധ യൂണിറ്റിലേക്കൊക്കെ വേണമെങ്കിൽ പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രൊമോഷൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല സ്കെയിൽ, സാലറി ഒക്കെ ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ A to Z കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഇതിൽ ടെക്നീഷ്യൻ ബി ആണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ ബിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസിപ്ലിൻ ഏതൊക്കെ ഫീൽഡിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 63 വേക്കൻസിയാണ് നമുക്ക് ടോട്ടൽ വേക്കൻസി. ജനറൽ 8, OBC 16, SC 9, ST 5, EWS 5 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതായത് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ITI, ഒന്നെങ്കിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകൾ ഒന്നെങ്കിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്, അല്ലെങ്കിൽ ടെക്നിക്കൽ പവർ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റം, അല്ലെങ്കിൽ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ്, അതുപോലെ മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ITI ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ITIൻ്റെ ആവശ്യമില്ല, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകൾ നിങ്ങൾക്ക് ITI കഴിഞ്ഞവരോ അതല്ലെങ്കിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞവരോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം ITI ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഒന്ന് ലാഗ് അടിപ്പിക്കാതെ പെട്ടെന്ന് പറയുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അധിക വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെ എന്തുകൊണ്ടാണ് ലാഗ് അടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അതൊന്നും സഹിക്കില്ല, കാരണം ഭയങ്കര ഇറിറ്റേഷനാണ് ചില ആളുകൾക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് ടൈം നമ്മളെ പല ഇല്ലാത്ത ഒരുപാട് വീഡിയോസിനൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണല്ലോ. അപ്പോൾ ആ വോയിസ് ഓവർ കൊടുക്കുമ്പം ഒന്നും പാടെ അത് ക്ലാരിഫൈ ചെയ്ത് പറയുന്നതാണ്. കാരണം മനസ്സിലായിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ, അതിൽ പറയുന്നതാണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുതുതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും, പോയി ഫീൽഡിലൊക്കെ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക്. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അല്ല നമുക്കിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടിയത് കൊണ്ട് ഒന്നും കിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം കാര്യങ്ങളൊന്നും അറിയാത്തവരാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, കാരണം ഇവിടെയൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെയും ഫുള്ള് താഴോട്ട് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ് കാണാം.
എങ്കിലും നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അതന്നെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ITI, ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് അപ്രൻറ്റീഷിപ്പ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടാലും ചില ആളുകൾ ചോദിക്കുന്നതാണ് 10ാം ക്ലാസ്സും ITIയും അപ്രൻറ്റീഷിപ്പും വേണമെന്ന് ചോദിക്കും. അങ്ങനെ വേണ്ട, 10ാം ക്ലാസ്സും ITIയും ഒന്നുകിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ ITI, അതല്ലെങ്കിൽ 10ാം ക്ലാസ്സും എന്ത് മതി, അപ്രൻറ്റീഷിപ്പും മതി കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് 13 വേക്കൻസിയാണ്. ഇതിൽ ജനറൽ 5, OBC 3, SC 3, EWS 1. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ST കാൻഡിഡേറ്റ്സിന് ഇവിടെ വേക്കൻസി കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ജനറൽ 5 വേക്കൻസി ഉണ്ട്. ആ 5 വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാം, ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. കാരണം അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അത് ആദ്യമായിട്ട് കാണുമ്പോൾ ST വേക്കൻസി ഇല്ലെന്ന് വിചാരിക്കരുത്. കാരണം ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസർവ്ഡ് വേക്കൻസി അവിടെ ഇല്ലെങ്കിൽ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് പ്ലസ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക്കലോ ഇലക്ട്രീഷ്യൻ ട്രേഡിലോ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലിപ്പോൾ ITI ഒക്കെ പഠിക്കുക, അതിനിപ്പോൾ ഞാൻ ITI പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കേണ്ട. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഇനി അടുത്ത വർഷവും ഒക്കെ വരും. ഈ വർഷം ഇനി പല ISROയുടെ പല യൂണിറ്റിലും വരും. അപ്പോൾ അതിനുള്ള ഒരു സ്കീമാണ് നിങ്ങൾക്ക് ഇവിടെ റെയിൽവേയുടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. 7 ദിവസം മുൻപ് ചെയ്ത റെയിൽവേ ടെക്നീഷ്യൻ അതല്ല ഈ അപ്രൻറ്റീഷിപ്പിൻ്റെ ഉണ്ട് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം സദേൺ റെയിൽവേ 2860 വേക്കൻസി എന്ന് പറഞ്ഞിട്ട് SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ITI ആണ് ഇതിൻ്റെ യോഗ്യത കണ്ടോ. അപ്പോൾ ഇതിൽ ഫ്രഷറായിട്ട് SSLC കഴിഞ്ഞവർക്ക് അപ്രൻറ്റീഷിപ്പ് റെയിൽവേയിൽ ചെയ്യാനുള്ള ഒരു സ്കീമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ISROയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിൽ ഫോട്ടോഗ്രാഫി ഓർ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് ട്രേഡ് വരുന്നത്. 5 വേക്കൻസിയാണ്. ജനറൽ 1, OBC 1, SC 1, ST 1, EWS 1. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI തന്നെയാണ് വേണ്ടത്. അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോഗ്രാഫിയിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലോ. ഓക്കെ, ഇതിനടുത്ത് ഫിറ്ററാണ് 17 വേക്കൻസി. ജനറൽ 6, OBC 7, SC 2, ST 1, EWS 1. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ ട്രേഡിൽ ITI ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ ഫിറ്റർ ട്രേഡിൽ എന്താണ് ഈ നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് പ്ലംബറാണ് അടുത്തത് വിളിച്ചിരിക്കുന്നത്. 3 വേക്കൻസിയാണ്. ഈ 3 വേക്കൻസിയും ജനറലാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവർക്കുള്ള പറയുന്ന റിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ഫിറ്റർ ട്രേഡിൽ അല്ലെങ്കിൽ പ്ലംബർ ട്രേഡിൽ നമുക്ക് എന്താണ് ITI അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു രീതിയിൽ, അതായത് ഒന്നെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് ITI പറയുന്ന പ്ലംബറിൽ, അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. 6 ആൻഡ് AC ആണ്. ഇതിൽ 11 വേക്കൻസിയാണ്. ജനറൽ 5, OBC 4, SC 1, EWS 1 ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. 10ാം ക്ലാസ് പ്ലസ് ITI തന്നെയാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് NAC ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്തത് ടേണറാണ്. 2 വേക്കൻസി. ജനറൽ 1, SC 1. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന ടേണർ ട്രേഡിലുള്ള ITI അതല്ലെങ്കിൽ ടേണർ ട്രേഡിലുള്ള അപ്രൻറ്റീഷിപ്പ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് കാർപ്പൻറ്റർ 3 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഈ പറയുന്ന കാർപ്പൻറ്ററിലുള്ള ITIയോ അതല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് കാർപ്പൻറ്റർ ട്രേഡിലുള്ള നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് 2 വേക്കൻസി. ജനറൽ 1, OBC 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കിലുള്ള ഈ ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്ലസ് നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത മെഷീനിസ്റ്റ് ആണ്. 5 വേക്കൻസിയാണ്. ജനറൽ 3, OBC 1, SC 1. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്ന മെഷീനിസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഷീനിസ്റ്റ് ട്രേഡിൽ എന്താണ് അപ്രൻറ്റീഷിപ്പും അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതടുത്ത് വെൽഡർ 2 വേക്കൻസിയാണ്. ജനറലാണ് 2 വേക്കൻസി. ആർക്ക് വേണം അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജനറൽ വിചാരിച്ച് SC, ST, OBC, EWS ഒക്കെ ആണെങ്കിൽ മടിച്ച് നിൽക്കരുത്. കാരണം നിങ്ങളുടെ ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വെൽഡർ ട്രേഡിൽ ITIയോ അല്ലെങ്കിൽ വെൽഡർ ട്രേഡിൽ എന്താണ് അപ്രൻറ്റീഷിപ്പോ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് അതിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം.
ഇനി അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ബി ആണ്. ഇതിൽ നിങ്ങൾക്ക് മെക്കാനിക്കലും വിളിച്ചിട്ടുണ്ട്, സിവിലും വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കലിൽ 11 വേക്കൻസിയാണ്. ജനറൽ 5, OBC 2, EWS 2, SC 1, ST 1 ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന 10ാം ക്ലാസ്സും പ്ലസ് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ITIയോ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് NSC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഈ ട്രേഡിൽ കേട്ടോ. ഇതിൽ റിട്ടേൺ ടെസ്റ്റ് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത സിവിലാണ് 5 വേക്കൻസിയാണ്. ഇതിൽ ജനറൽ 3, OBC 2 ഇങ്ങനെയാണ് വേക്കൻസി. അപ്പോൾ ഇതിൽ ജനറലിലേക്ക് ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് എന്താണ് ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 10ാം ക്ലാസ് പ്ലസ് ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. റിട്ടേൺ ടെസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് ഇലക്ട്രോണിക്സ് ആണ് ഡിസിപ്ലിൻ വിളിച്ചിരിക്കുന്നത്. 28 വേക്കൻസി ഉണ്ട്. ജനറൽ 11, OBC 9, SC 5, ST 1, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത കമ്പ്യൂട്ടർ സയൻസ്, ഇതിലൊന്നും എക്സ്പീരിയൻസ് ഉണ്ടോ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജനറൽ 4, SC 1, ST 1 6 വേക്കൻസിയാണ്. ഇതിലേക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്ത ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 5 വേക്കൻസിയാണ് ഡോട്ട്. ജനറൽ 1, OBC 3, EWS 1. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സിവിൽ 4 വേക്കൻസിയാണ്. ജനറൽ 2, OBC 1, EWS 1. സിവിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 12 വേക്കൻസി ഉണ്ട്. ജനറൽ 5, OBC 3, SC 2, EWS 2. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്താണ്? റിട്ടേൺ ടെസ്റ്റും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി അടുത്തത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി ആണ് ഡിസിപ്ലിൻ ഫീൽഡ് വരുന്നത്. ഇതിൽ 2 വേക്കൻസി. ജനറൽ 1, ST 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് BSc എന്താണ് കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഗ്രാജുവേഷൻ മതി, വേറെ യാതൊരുവിധ എന്താണ് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് ഫിസിക്സിലേക്ക് എന്താണ് 2 വേക്കൻസിന്. ജനറൽ 1, SC 1. ഇതിൽ നിങ്ങൾക്ക് എന്താണ് BSc ഫിസിക്സ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ ആണ്. 1 വേക്കൻസിയാണ്. ജനറലാണ്, ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ BSc അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടുത്ത മാത്തമാറ്റിക്സ് 1 വേക്കൻസിയാണ്. ജനറലാണ്. ഇതിലും നിങ്ങൾക്ക് എന്താണ് മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക. BSc ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക. റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൽ. ഇതിനടുത്ത് കുക്കാണ്. കുക്കിൽ നിങ്ങൾക്ക് 4 വേക്കൻസിയാണ്. ജനറൽ 2, OBC 1, ST 1. അപ്പോൾ ഒന്ന് നമുക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതും രണ്ടാമത്തത് നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന ഫീൽഡുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ എന്താണ് ഹോട്ടൽ, ക്യാൻറ്റീൻ അതായത് അറിയപ്പെടുന്ന സ്ഥാപനങ്ങളായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ തരുന്ന സർട്ടിഫിക്കറ്റിന് വാലിഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് രജിസ്റ്റർ ചെയ്ത എന്താണ് വലിയ ഹോട്ടലുകളോ അങ്ങനെയൊക്കെ ആയിരിക്കണം, അവിടെ നിന്നൊക്കെ ആയിരിക്കണം കിട്ടേണ്ടത്. അല്ല നമുക്കൊരു വ്യക്തി തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് അംഗീകരിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ ഫയർമാന് ഇതിൽ 3 വേക്കൻസിയാണ്. ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SSLC പാസ്സായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് നിശ്ചിതമുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ വേണം. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറയാം. ഓക്കെ, പിന്നെ ഇതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫയർമാൻ്റെത് ഞാൻ ഇപ്പം തന്നെ പറയാം, കാരണം ഇനി നിങ്ങളത് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഫയർമാൻ്റെത് ക്വാളിഫിക്കേഷൻ്റെ കൂടെ SSLC പാസ്സായിരിക്കുക, പ്ലസ് നമുക്ക് നിശ്ചിത ഹൈറ്റും വെയിറ്റും ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ഫയർമാന് മാത്രമാണ് കേട്ടോ. ഫയർ സർവീസിലേക്ക് മാത്രമുള്ള ആ ഒരു എന്താണ് ഹൈറ്റ് കാര്യങ്ങളാണ്. ബാക്കി ഒരു പോസ്റ്റിലേക്കും ഇത് ഈ ബാധകമല്ല. ഓക്കെ, ഇപ്പോൾ ഫയർമാൻ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് മാത്രം ബാധകമാവുന്ന കാര്യമാണ്. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വീണ്ടും പറയുകയാണ്, ഇത് ഫയർമാന് മാത്രം ബാധകമാവുന്ന കാര്യമാണ്. കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവേ. അപ്പോൾ ഇതിൽ ഹൈറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. മെന്നാണെങ്കിൽ അവർക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. SC/ST മെന്നിൽ തന്നെ SC/ST ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ മതി. ദെൻ വിമൻ ഓർ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ 155 സെൻറ്റിമീറ്റർ ഉള്ളവർക്കും ഈ ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ വെയിറ്റ് ആണെങ്കിൽ 50 kg വേണം ജനറൽ കാറ്റഗറിയിൽ. ഇനി ഈ പറയുന്ന SC/ST അതുപോലെ ഇങ്ങനെയുള്ള ഹിൽ ട്രൈബ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 46 കിലോഗ്രാം മതി. പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ടാക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ വിമൻ അതുപോലെ ട്രാൻസ്ജെൻഡർ 43 കിലോഗ്രാം മതി. പിന്നെ ചെസ്റ്റിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ മെൻ ആണെങ്കിൽ 1500 മീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഓക്കെ, ദെൻ വിമൺ ആണെങ്കിൽ 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ടാണ് ഓടിയെത്തേണ്ടത്. ദെൻ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ടായിരിക്കും. അതൊക്കെ മെൻ ആണെങ്കിൽ 5 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കയറണം. അതുപോലെ തന്നെ വിമൺ ആണെങ്കിൽ അവർക്ക് 4.5 മീറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു 60 kg വെയിറ്റുള്ള ആ ഒരു വെയിറ്റ് ഡമ്മി വെയിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 25 മീറ്റർ 60 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. മെന്നാണെങ്കിൽ. വിമനാണെങ്കിൽ അത് 50 കിലോഗ്രാം വെയിറ്റ് എടുത്തിട്ട് 25 മീറ്റർ 75 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. മീൻസ് നമ്മൾ അത് ക്യാരി ചെയ്ത് പോകണം എന്നുള്ളതാണ്. പിന്നെ ലോങ് ജമ്പ് ഉണ്ടായിരിക്കും. 3 അറ്റംപ്റ്റ് ഉണ്ടാവും കേട്ടോ ലോങ് ജമ്പിനൊക്കെ. അതിൽ 3 നമ്മൾ ഈ പറയുന്ന 3.8 മീറ്റർ മെന്നാണെങ്കിൽ എത്തണം, 3.5 മീറ്റർ വിമനാണെങ്കിൽ എത്തണം.
റണ്ണിങ് 100 മീറ്റർ 15 സെക്കൻഡ് കൊണ്ട് മെൻ എത്തണം, 15 സെക്കൻഡ് കൊണ്ട് വിമൻ എത്തണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ അടുത്തത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 6 വേക്കൻസിയാണ്. ജനറൽ 4, EWS 1, SC 1. അപ്പോൾ ഇതിൽ നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ ഒരു 3 വർഷം നമുക്ക് എന്താണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിൽ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. ജനറൽ 1, SC 1. ഇതിൽ നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കുക. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. അതിൽ തന്നെ മിനിമം 3 വർഷം നമുക്ക് ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള പരിചയം, ബാക്കി വരുന്നത് നമുക്ക് ലൈറ്റ് വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള പരിചയമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയാനുള്ളത് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ആണ്. ഇതിൽ നിങ്ങൾക്ക് മെക്കട്രോണിക്സ് ആണ് വിളിച്ചിരിക്കുന്നത്. 2 വേക്കൻസി ജനറലാണ് അത് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ME or MTech ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 60% മാർക്കോട് മെക്കട്രോണിക്സിലുള്ള ME or MTech ആണ്. പക്ഷേ അതിൽ നമ്മൾ BE or BTech ലെവലിൽ നമ്മൾ എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. 65% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഇതിൽ റിട്ടൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് മെറ്റീരിയൽ സയൻസ് ആണ്. 1 വേക്കൻസി ജനറലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ BE or BTech ഒക്കെ നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഈ പറയുന്ന ME or MTech അല്ലെങ്കിൽ MSc ലെവലിൽ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ്, ഇതിലൊക്കെ 60% മാർക്കൊക്കെ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിഗ്രി ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാജുവേഷൻ ലെവലിൽ 65% ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്നത് അത് ട്രേഡുകളിൽ കേട്ടോ. ഓക്കെ, അതായത് അല്ലെങ്കിൽ അതല്ലെങ്കിൽ എനിക്ക് MSc കെമിസ്ട്രി ഓർ ഫിസിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി, അപ്ലൈഡ് ഫിസിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ പറയുന്ന പ്രീ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പറയുന്ന ME or MTech ഒക്കെ ആ രീതിയിൽ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MSc ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിസിപ്ലിനിൽ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 1 വേക്കൻസി ജനറൽ. ഇതിൽ നിങ്ങൾക്ക് MSc മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സോ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 65% മാർക്ക് വേണം. ഓക്കെ, BSc നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്നുള്ള കണ്ടീഷനുണ്ട് കേട്ടോ, പ്രീ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഫിസിക്സ് ആണ്. 1 വേക്കൻസിന് ജനറലാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ BSc ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന MSc ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് 65% മാർക്ക് വേണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം വേക്കൻസി കൂടാനൊക്കെ സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. നിങ്ങൾ മാക്സിമം എന്താണ് ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാത്തത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പേ ആൻഡ് അലവൻസ് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏജ് ലിമിറ്റ്, പേ ആൻഡ് അലവൻസ്. അപ്പോൾ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ പോസ്റ്റ് കോഡ് 1, 2 എന്ന് പറയുന്ന ഈ പോസ്റ്റ് കോഡിലേക്കാണെങ്കിൽ 18 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. SC ST OBC ആണെങ്കിൽ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ SC ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം പോസ്റ്റിലേക്ക്. ഇതിന് ഇനി അടുത്ത് വരുന്ന സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് കോഡ് 3 and 4ലേക്കാണെങ്കിൽ, അപ്പോൾ ഇത് നിങ്ങൾ പോസ്റ്റ് കോഡ് ഇവിടെ നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നോക്കുക. നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് ഉണ്ടല്ലോ ഇവിടെ 001, 002, ഓക്കെ, പിന്നെ 003, ഓക്കെ, 004 അങ്ങനെ ഉണ്ടാവും. ആ പോസ്റ്റ് കോഡ് നോക്കിയിട്ടാണ് നിങ്ങൾ ഏജ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. 18 to 28 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേ ലെവൽ 10 ആണ് വരുന്നത്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി സ്റ്റാർട്ടിംഗ് 86,100 കയ്യിൽ കിട്ടും. പ്ലസ് നമുക്ക് അലവൻസും കാര്യങ്ങളും എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 18 to 35 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ പോസ്റ്റ് കോഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ദെൻ ഇതിൻ്റെ പേ ലെവൽ 7 ആണ്. 44,900 മന്ത്ലി നമുക്ക് സ്റ്റാർട്ടിങ് ലഭിക്കുന്നത്. പ്ലസ് നമുക്ക് അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിനടുത്ത് ടെക്നീഷ്യൻ ബിയിൽ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18 to 35 ഡ്രാഫ്റ്റ്മാൻ B ആണെങ്കിലും നമുക്ക് എന്താണ് 18 to 35 ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST ആണെങ്കിൽ 40, OBC ആണെങ്കിൽ 38 വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന തീയതി ഇതാ 1-3 മാർച്ച് 1 വരെ നിങ്ങൾക്ക് എന്താണ് ഈ മാർച്ച് 1 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് കണക്കാക്കിയായിരിക്കണം നിങ്ങൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മാർച്ച് 1ലേക്ക് നമുക്ക് എന്താണ് 35 കഴിയാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 21,700 പെർ മന്ത് സ്റ്റാർട്ടിങ് അലവൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഫയർമാൻ 18 to 25 ഏജ് ലിമിറ്റ്. SC ST ആണെങ്കിൽ 30,
OBC ആണെങ്കിൽ 28, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിശ്ചിത ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് കുക്ക് ആണെങ്കിൽ 18-35 പിന്നെ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് 18-35 ഏജ് ലിമിറ്റ്. 19,900 ആണെന്ത് ഇതിലൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ ഇതിന് 19,900 നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുക, പ്ലസ് അലവൻസും കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിൽ തന്നെയാണ് നമുക്കുള്ളത്. പിന്നെ ഒട്ടനവധി പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് SC/ST OBC PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചിതമായുള്ള എക്സ് സർവീസ്മാനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ISRO എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ നല്ല രീതിയിലുള്ള കരിയർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറി പോകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. കാരണം കോൾ ലെറ്റർ, റിട്ടൺ ടെസ്റ്റിനുള്ള ഇൻ്റർവ്യൂ, അതുപോലെ സ്കിൽ ടെസ്റ്റിനൊക്കെയുള്ള കോൾ ലെറ്ററും ഹോൾ ടിക്കറ്റൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ ഇമെയിൽ വഴിയായിരിക്കും നമ്മൾ അറിയിക്കുക. അപ്പോൾ ഇമെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതിൽ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ 50 KB 100 KB ഇടയിലുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ നമ്മൾ 50 KB 100 KB ഇടയിലായിരിക്കണം, അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് പ്രോസസ്സിംഗ് ഫീ ഒക്കെ റീഫണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ അപേക്ഷ ഫീസ് ഉണ്ട്. നമുക്ക് അപേക്ഷ ഫീസ് വരുന്നത് നമുക്ക് റീഫണ്ടബിൾ ആണ്. ഒരു കുറഞ്ഞ എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ഇത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 250 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിലും എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനീഷ്യലി 750 രൂപ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അത് ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും 750 ടോട്ടൽ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. ഒരു നിശ്ചിത എമൗണ്ട് അവിടെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. ഓക്കെ, 500 രൂപയാണ് റീഫണ്ട് കിട്ടുക. ഓക്കെ, ഇവിടെ 500 രൂപ നമുക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, എന്നാൽ SC/ST PWD അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 750 രൂപ എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് 500 രൂപയാണ് റീഫണ്ട് കിട്ടുക. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം 100 രൂപയാണ് അപേക്ഷ ഫീസ്. അത് ടെക്നീഷ്യൻ B, ഡ്രാഫ്റ്റ്മാൻ B, കുക്ക്, ഫയർമാൻ, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ ഇനീഷ്യലി എല്ലാവരും എന്ത് ചെയ്യണം, 500 രൂപ എല്ലാവരും ഫീ അടയ്ക്കണം. ഫീ ആയിട്ട് നമ്മൾ 500 രൂപ അടയ്ക്കണം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ക്യാഷ് റീഫണ്ട് കിട്ടുന്നത് നമുക്ക് റിട്ടൺ ടെസ്റ്റ് എഴുതിയാൽ അതിന് അപ്പിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് SC/ST അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സ്, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഈ 500 രൂപയും റീഫണ്ട് കിട്ടും. എന്നാൽ ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC, EWS ആണെങ്കിൽ അവർക്ക് 400 രൂപ റീഫണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ PSCക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും, PSC എന്താണ് ഇങ്ങനെ നമ്മൾ കൺഫർമേഷൻ കൊടുത്തിട്ട് പിന്നെ പോയിട്ടില്ലെങ്കിൽ അത് ഇഷ്യൂ ആവുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ്. അപ്പോൾ ഈ ISRO ഒക്കെ ആണെങ്കിലും ഏതൊരു ഏജൻസി ആണെങ്കിലും ഇപ്പോൾ നിങ്ങളിതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു, ഫീ ഒക്കെ അടച്ചു, അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവിടെ എക്സാം എഴുതുന്നതിന് വേണ്ടി ഒരുപാട് ഫെസിലിറ്റി അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റൊക്കെ വെറുതെ കാലിയായി കിടക്കുകയും അവർക്ക് അതുകൊണ്ട് ഒരുപാട് ലോസ് വരികയും നടക്കും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ മാക്സിമം എക്സാമിനെ എത്തിക്കാനുള്ള ഒരു വഴിയാണ്. കാരണം അതിന് പോയാലേ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് പൈസ അഡീഷണൽ ആയിട്ട് പ്രോസസ്സിങ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റീഫണ്ട് കിട്ടും ചെയ്യും ആ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ് എമൗണ്ട് എന്ന് പറയുന്നത് 250 ആണ്. ഈ പറയുന്ന സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള OBC, ജനറൽ, EWS കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ 250. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ 750 അടിച്ചാൽ 750 റീഫണ്ട് കിട്ടും. ഇവർക്ക് 500 മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. എന്നാൽ ഈ പറയുന്ന ടെക്നീഷ്യൻ B, ഡ്രാഫ്റ്റ്മാൻ B, കുക്ക്, ഫയർമാൻ, ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയാണ് എഫക്റ്റീവായിട്ട് ഫീ വരുന്നത്. പ്രോസസ്സിംഗ് ഫീ ഒക്കെ ആയിട്ടാണ് ഇവിടെ ഈ പറയുന്ന എന്തായിട്ട് വരുന്നത്, 500 രൂപയായിട്ടാണ് അവർ വാങ്ങുന്നത്. അതിൽ 400 രൂപ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് റീഫണ്ട് ലഭിക്കും. ബാക്കി ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, 500 കിട്ടും. SC/STക്ക് 500 കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കട്ടെ, PWD കാൻഡിഡേറ്റ്സിനൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റീഫണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം വിമൻ, SC/ST, PWD, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ എത്ര ഫീ കൊടുത്തോ ആ എമൗണ്ട് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും. ബാക്കിയുള്ളവർക്ക് എന്താണ് ഫസ്റ്റ് പറഞ്ഞ പോസ്റ്റിന് 500, ബാക്കിയുള്ളതിന് 400. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സ്കിപ്പ് ചെയ്യണം. ദെൻ സെലക്ഷൻ പ്രോസസ്സാണ്. ഇനി ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യാവുന്ന സ്കീം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. കാരണം വീഡിയോയുടെ ഒറ്റ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും, അതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഓവർ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ അത് ആ സെയിം ഫോർമാറ്റ് തന്നെ വേണം. പിന്നെ OBC SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട് താലൂക്കിൽ നിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമുക്ക് ഓൺലൈൻ കോപ്പി പോരെ എന്ന് ചോദിക്കുക. അപ്പോൾ പലരുടെയും ഡൗട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അത് ഓൺലൈൻ കോപ്പി പറ്റുമോ പറ്റില്ല, അപ്പോൾ അത് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കൂടുതൽ ആവശ്യക്കാരൻ നമ്മൾ ചെയ്യാം. കാരണം നമ്മുടെ ചാനലിൽ നിങ്ങൾ വന്നാൽ ഒരുപാട് ഡൗട്ട് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് അത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇതിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടത്. ഓക്കെ, റെയിൽവേയുടെ ഒരുപാട് പേർക്കുള്ള OBC എന്താണ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇനി അക്ഷയയിൽ നിന്ന് എടുത്താൽ മതിയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു വീഡിയോ നമ്മൾ വേണമെങ്കിൽ നാളെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ലൈക്കും അതുപോലെ തന്നെ കൂടുതൽ എന്താണ് കമൻറ്റൊക്കെ നമുക്ക് തരികയാണെങ്കിൽ അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ പറഞ്ഞുതരാവുന്നതാണ് കേട്ടോ. എന്താണ് OBC സർട്ടിഫിക്കറ്റ് എന്നും അതിൽ ഏതൊക്കെ തരത്തിലുണ്ടെന്നും എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡോക്യുമെൻ്ററി പോലുള്ളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ആവേശം വരും. അപ്പോൾ അല്ല നിങ്ങൾ ജസ്റ്റ് നമുക്കൊരു ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ചാനലിലാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിൽ അവിടെയൊക്കെ എന്താണ് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. എല്ലാവരും നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എഫക്റ്റീവ് ആണ്. കാരണം നമ്മൾ എക്സാമൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൻ്റെ അപ്ഡേഷനും ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ എന്താണ് നിങ്ങൾക്ക് അവിടെ തന്നെ ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് വന്നൊരു കമൻറ്റ് ആയിട്ട് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ അത് കാണുമ്പോൾ എന്ത് ചെയ്യും, അതിന് അവരതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ട്, അവർ ഷെയർ ചെയ്യുന്ന ഞാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മളതിൽ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒന്ന് ആക്റ്റീവ് ആകാൻ നമ്മുടെ കമൻറ്റ് ബോക്സ് സെക്ഷനൊക്കെ കറക്റ്റ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നിലവിലെ ലിങ്ക് നാളെയാണ് ഓപ്പൺ ആവുക. അപ്പോൾ നാളെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈൻ ഫോം ഫില്ലിംഗ് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിന് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം ഇൻസ്റ്റയിൽ എന്ത് ചെയ്യണം, നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിശ്ചിത സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. ആ സർവീസ് ചാർജ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചെന്നാൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നവർക്ക് ആദ്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ നാളെ നമ്മളിതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് നമ്മൾ ചെയ്യും. അപ്പോൾ നാളെ തന്നെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ആ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ലിങ്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നാളെ ലിങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.